ഹലോ സ്റ്റുഡൻസ്, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ പ്രഷർ വോളിയം വർക്ക് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഹീറ്റ് എന്താണ്, വർക്ക് എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ് ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള എനർജി എക്സ്ചേഞ്ച് പല മെത്തേഡുകൾ വഴി നടക്കും അല്ലേ. അതിലെ രണ്ട് മോഡ്സ് ഓഫ് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ആവുമ്പോഴാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത്. ഇനി രണ്ടും തമ്മിൽ ഡിഫറെൻറ്റ് പ്രഷറിലാവുമ്പോഴാണ് നമ്മൾ വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോഴാണ് അവിടെ വർക്ക് നടന്നു അല്ലെങ്കിൽ വർക്ക് ഡൺ ഉണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് വർക്ക്സ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കാണ്. അതായത് ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന വർക്കാണ്. അവിടെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവിങ് അയോൺസ് ആണ് നടക്കുന്നത്. അതായത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണ്. റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നടക്കുന്നത്, നമുക്കറിയാം. അവിടെ അയോണിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ട് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിക് വർക്ക് ഈസ് ഈക്വൽ ടു EMF ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, അതിനനുസരിച്ച് സം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി പ്രഷർ വോളിയം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമ്മൾക്ക് വർക്ക് ഓഫ് എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ എന്ന് പറയാം അല്ലേ. വർക്ക് ഓഫ് എക്സ്പാൻഷൻ, എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ഓഫ് കംപ്രസ് ചെയ്യുക. ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് പറയാം, വർക്ക് നടന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പ്രഷർ വോളിയം വർക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രഷർ വോളിയം വർക്കിൻ്റെ പ്രത്യേകത? എങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഈ പ്രഷർ വോളിയം വർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കാം? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മെക്കാനിക്കൽ വർക്കാണ്. ഇറ്റ് ടേക്ക് പ്ലേസ് വെൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആർ അറ്റ് ഡിഫറെൻറ്റ് പ്രഷർ. നമ്മൾ പറഞ്ഞു വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ സിസ്റ്റവും സറൗണ്ടിങ്ങും ഡിഫറെൻറ്റ് പ്രഷറിലാവുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. ഇനി പ്രഷർ വോളിയം വർക്കിൻ്റെ മറ്റു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗേഷ്യസ് സിസ്റ്റം. It is the work done when the gas expand or contract against the external pressure. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണതോ കൺട്രാക്ട് ചെയ്യുന്നതോ എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാം അല്ലേ. ഈ ഒരു അപ്പോൾ നടക്കുന്ന ആ ഒരു എന്താണ് എക്സ്പാൻഷൻ, അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ഫോഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ വർക്ക് ഡൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. നമ്മളൊരു ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രാമാണ്. ഒരു സിലിണ്ടർ ഉണ്ട്, അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു പ്രഷർ പിസ്റ്റൺ, മൂവബിൾ ആയിട്ടുള്ള പിസ്റ്റൺ ഉണ്ട്. പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ഒരു ഗ്രീൻ മാർക്കോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാകുമ്പോൾ ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. ആ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കൺട്രാക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഈ പ്രഷർ കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, പിസ്റ്റൺ ഇവിടേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എന്താണ് വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഗ്യാസ് കംപ്രസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കാം? അവിടെ ഒരു വർക്ക് നടക്കാം. ഓക്കെ, ഇനി ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. പ്രഷർ വോളിയം വർക്ക് അല്ലെങ്കിൽ വർക്ക് ഓഫ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ നമുക്ക് നേരത്തെ എടുത്ത പോലെ ഒരു സിലിണ്ടർ, അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു മൂവബിൾ ആയിട്ടുള്ള പിസ്റ്റൺ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ കുറച്ച് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഷർ P ആണ് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. പിസ്റ്റൺ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് L നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് A എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് A×L ആണ്. ഇത്ര ഏരിയയിലുള്ള പിസ്റ്റൺ ഇത്രയും ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തു, അപ്പോൾ വോളിയം എന്ന് പറയുന്നത് A×L. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വർക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ എന്തറിയണം? ഫോഴ്സ് അറിയണം അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ് അല്ലേ. നമുക്കറിയാം ഇത്രയും പ്രഷർ ഇത്രയും ഏരിയയോട് കൂടിയിട്ട് അപ്ലൈ ചെയ്തു, അപ്പോഴവിടെ ഫോഴ്സ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു P×A ആണ്. ഇനി നമുക്കിവിടെ രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഗ്യാസ് അണ്ടർ ഹൈ പ്രഷർ അല്ലേ. ഗേഷ്യസ് സിസ്റ്റമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ഗേഷ്യസ് സിസ്റ്റം അറ്റ് ലോ പ്രഷറിലും രണ്ട് കണ്ടീഷനും നമുക്ക് നോക്കണം.
ഇനി ഇഫ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്, നമ്മൾ ഒരു കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഹയർ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്. ഇതാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. സറൗണ്ടിങ്ങിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും? പിസ്റ്റൺ വിൽ ബി പുഷ്ഡ് അപ്പ്, അല്ലേ, മുകളിലേക്ക് മൂവ് ചെയ്യും അണ്ടിൽ ദി പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ടു ദി എക്സ്റ്റേണൽ പ്രഷർ, അല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവുന്ന അത്രയും വരെ ഗ്യാസ് എന്ത് ചെയ്യും? ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? വിൽ ബി പുഷ്ഡ് അപ്പ്, മുകളിലേക്ക് മൂവ് ചെയ്യും, അല്ലേ. അതായത് ഇവിടുന്ന് സിസ്റ്റം എന്ത് ചെയ്തു? ഇതാണ് സറൗണ്ടിങ്, അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയും. സറൗണ്ടിങ്ങിലേക്ക് എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. അതായത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്. വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു എക്സ്പാൻഷനാണ് സംഭവിച്ചത്, അല്ലേ. ഇങ്ങനെ ഒരു കേസിൽ എക്സ്പാൻഷൻ സംഭവിച്ചു. ഇനി അടുത്ത കേസ് നമുക്കൊന്ന് നോക്കാം. ഗേഷ്യസ് സിസ്റ്റം അറ്റ് ലോ പ്രഷറിലാണെന്നെങ്കിൽ സംഭവിക്കും. അതായത് ഇഫ് ദ പ്രഷർ ഓഫ് ദി സിസ്റ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ് എന്ന് സംഭവിക്കും. ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ടേക്ക് പ്ലേസ് ഫ്രം ദി സറൗണ്ടിങ് ടു ദി സിസ്റ്റം. അതായത് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ബൈ ദി സറൗണ്ടിങ്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആയിരിക്കും ബൈ ദി സറൗണ്ടിങ്. ഇവിടെ നമുക്ക് കൺട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യാണ്? വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്. അവിടെ എന്താ സംഭവിച്ചത്? സിസ്റ്റം ട്രാൻസ്ഫർ എനർജി ടു ദ സറൗണ്ടിങ് ഇൻ ദ ഫോം ഓഫ് വർക്ക് എനർജി. ഇവിടെ സിസ്റ്റം ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനർജി ട്രാൻസ്ഫർ ഫ്രം സറൗണ്ടിങ് ടു സിസ്റ്റം ഇൻ ദ ഫോം ഓഫ് വർക്ക് എനർജി ആൻഡ് കൺട്രാക്ഷൻ ടേക്ക് പ്ലേസ്, അല്ലെങ്കിൽ കംപ്രഷൻ ടേക്ക് പ്ലേസ്. അതായത് ഇങ്ങനെ നടക്കുന്ന, അതായത് ദ വർക്ക് ഡൺ ഡ്യൂ ടു എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഓഫ് എ ഗ്യാസ് against an opposing external pressure is called the pressure volume work. ഇതിനെയാണ് നമ്മൾ പ്രഷർ വോളിയം വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലായി എന്താണ് പ്രഷർ വോളിയം വർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെറിവേഷൻ ഓഫ് എക്സ്പ്രഷൻ ഫോർ പ്രഷർ വോളിയം വർക്ക്. പ്രഷർ വോളിയം വർക്കിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ടെക്സ്റ്റിൽ കണ്ട അതേ ഡയഗ്രാം തന്നെയാണ്. ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, മൂവബിൾ പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ മാർക്കിംഗ് ഉണ്ട്. PEX എന്ന പ്രഷർ എക്സ്റ്റേണൽ പ്രഷറാണ്. ഇനി എക്സ്റ്റേണൽ പ്രഷർ അപ്പോഴുള്ളൊരു വോളിയാണ് V എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രഷർ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇതിനനുസരിച്ച് വോളിയത്തിലുള്ള ചേഞ്ചാണ്. ഇനീഷ്യൽ വോളിയാണ് VI എന്നും ഫൈനൽ വോളിയാണ് VF എന്നും കൊടുത്തിട്ടുള്ളത്. ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിസ്റ്റൺ ഉണ്ടായ മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലെങ്ത് എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മളൊരു ഗ്രാഫായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് VI, ഇനീഷ്യൽ വോളിയം, ആൻഡ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് P ആണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലേ. ഇനി ഇഫ് ദ എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ, ഇൻറ്റേർണൽ പ്രഷർ, അതായത് സിസ്റ്റത്തിനുള്ളിലുള്ള പ്രഷറിനേക്കാൾ കൂടുതലാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? പിസ്റ്റൺ ഈസ് മൂവ്ഡ് ഇൻവേർഡ്, അല്ലേ, ടിൽ ദ പ്രഷർ ഇൻസൈഡ് ബിക്കം ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഫൈനൽ വോളിയം, അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ വോളിയം VI ആയിരുന്നു, ഫൈനൽ വോളിയം VFI, അതായത് പിസ്റ്റൺ ഉള്ളിലേക്ക് മൂവ് ചെയ്തു VFയിലേക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്, അല്ലേ. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത് A ആണ്, ക്യാപിറ്റൽ A ആണ്. വോളിയം ചേഞ്ച് എത്ര സംഭവിച്ചു? ഇത്ര ഏരിയയോട് കൂടിയിട്ട് ഇത്ര ലെങ്ത്തിൽ മൂവ് ചെയ്തു, അല്ലേ. അപ്പോൾ L×A ഇത് തന്നെയാണ് ഇവിടുത്തെ എന്ത് പറയണത്? ഈ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. അത് ΔV, അതായത് VF മൈനസ് VI എന്ന് പറയാം. ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, ആ വ്യത്യാസമാണ് L×A എന്ന് പറയണത്, അല്ലേ. ഓക്കെ, ഇനി പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഫോഴ്സിന് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ പിസ്റ്റൺ ഈക്വൽ ടു പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ × A ആയിരിക്കും, അല്ലേ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ × ഏരിയ ആയിരിക്കും, അല്ലേ. ഇനി ഇവിടെ നമുക്ക് നോക്കാം വർക്ക്. ഇവിടെ നമ്മൾ വർക്ക് നടന്നു, അല്ലേ. നമുക്ക് ഇവിടെ ഒരു കംപ്രഷൻ നടന്നു. അതായത് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ. ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് × ഡിസ്റ്റൻസ്. ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഇത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? P എക്സ്റ്റേണൽ പ്രഷർ × A ആണ്. എത്ര ഡിസ്റ്റൻസ് ആണ്? L. അപ്പോൾ PEX × A × L എന്നാണ് നമുക്ക് കിട്ടിയത്, അല്ലേ. ഇനി അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ പറയണത്. ഈ A × L പകരം നമ്മൾ
വി എന്ന് കൊടുത്തു. ഇനി പി എക്സ്റ്റേണൽ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി ഈക്വൽ ടു മൈനസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ. എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സിമ്പിൾ വന്നത്? അതായത് ഡ്യൂറിങ് കൺട്രാക്ഷൻ എന്ത് സംഭവിക്കുകയാണ്? വി എഫ് ലെസ് ദാൻ വി ഐ അല്ലേ? അതായത് കൺട്രാക്റ്റ് ഇപ്പോൾ ആദ്യം വലിയൊരു ലെങ്ത്തിലായിരുന്നു, പിന്നെ അതിൻ്റെ വോളിയം ഇവിടെ കുറഞ്ഞു അല്ലേ? ഇത്രയും വോളിയം ഉണ്ടായിരുന്നു, വോളിയം ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വി എഫ് മൈനസ് വി ഐ ആണ്. വി എഫ് എന്ന് പറയുന്നത് ചെറുതാണ് അല്ലേ? വി ഐ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇതെന്ത് ക്വാണ്ടിറ്റി ആവും? ഈ വി എഫ് എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്, വി ഐ എന്ന് പറയുന്നത് കുറച്ച് വലിയ വാല്യൂ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ക്വാണ്ടിറ്റി ഡെൽറ്റ വി എന്നുള്ളത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. വർക്ക് നമ്മൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് മൈനസ് പി എക്സ്റ്റേണൽ വി എഫ് മൈനസ് വി ഐ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതേ കേസിന് നമുക്ക് രണ്ട് കേസുകളിൽ നോക്കാം. ഫോർ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിനും ഇനി കൺട്രാക്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഫോർ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് വി എഫ് ഗ്രേറ്റർ ദാൻ വി ഐ. എക്സ്പാൻഷൻ എന്ത് സംഭവിക്കും? ഫൈനൽ വോളിയം കുറച്ച് വലുതായിരിക്കും ഇനീഷ്യൽ വോളിയത്തിനേക്കാൾ അല്ലേ? അപ്പോൾ വി എഫ് മൈനസ് വി ഐ എന്നുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു അല്ലേ? മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഈ ഒരു ഈ ടേം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിലും ടോട്ടൽ എന്താവും? നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഫോർ എക്സ്പാൻഷൻ നമുക്ക് ഡബ്ല്യു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതായത് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ് ആൻഡ് ദി എനർജി ഈസ് ട്രാൻസ്ഫർ ടു ദി സറൗണ്ടിങ്. അപ്പോൾ വർക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ്, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ വർക്ക് ഒരു നെഗറ്റീവ് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് വർക്ക് ഉണ്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ക്വാണ്ടിറ്റി മാത്രമാണ്. അതായത് നമുക്ക് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണോ ഓൺ ദ സിസ്റ്റം ആണോ എന്ന് തിരിച്ചറിയാൻ കൊടുക്കുന്ന ഒരു സൈൻ മെത്തേഡ് എന്ന് മാത്രം. ഇനി കൺട്രാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? വി എഫ് മൈനസ് വി ഐ എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടിയ ഈ ഒരു പ്രോസസ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു എന്താണ്? പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ചേഞ്ച് അധികം സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. അതായത് ഇതൊരു ഇറിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡബ്ല്യു മൈനസ് പി ഡെൽറ്റ വി അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ബൈ ദി സറൗണ്ടിങ് ആകുമ്പോൾ എന്തായിരിക്കും? ഡബ്ല്യു ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നു. ഫോർ കൺട്രാക്ഷൻ, ഫോർ കംപ്രഷൻ എന്താണ്? ഡബ്ല്യു പോസിറ്റീവ്. ഫോർ എക്സ്പാൻഷൻ ഡബ്ല്യു ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇനി ഇവിടെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവിടെ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വിക്ക് ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ ഷെയ്ഡഡ് ഏരിയയ്ക്ക് ഈക്വലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ പിന്നീട് ഇറിവേഴ്സിബിൾ എന്നുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ആ ഒരു കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടെ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ ഏരിയയാണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇഫ് ദ പ്രഷർ ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. കോൺസ്റ്റൻ്റ് അല്ല അറ്റ് എവരി സ്റ്റേജ് ഓഫ് കംപ്രഷൻ ബട്ട് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഫിനിറ്റ് സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്സുകളിലാണ്, പ്രഷർ കോൺസ്റ്റൻ്റ് അല്ല. ഓരോ സ്റ്റേജിലും എന്താണ്? പ്രഷർ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് വിൽ ബി സം ഓൾ ഓവർ ദ സ്റ്റെപ്പ്. നമുക്ക് എല്ലാ സ്റ്റെപ്സിലും നമ്മളത് ആഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് സിഗ്മ ഓഫ് പി ഡെൽറ്റ വി അല്ലേ? സമ്മ് കണ്ടുപിടിക്കും. അത് നമ്മൾ ഈ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷനിൽ ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമ്മുടെ വർക്ക്, ടോട്ടൽ വർക്ക്. അപ്പോൾ ഇതാണ് ഓരോ സ്റ്റെപ്പായിട്ടാണ് അതിനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ കംപ്രഷൻ വഴി എന്ത് സംഭവിക്കും? വോളിയത്തിൽ ഡിക്രീസസ് ബൈ ഇൻഫിനിറ്റിസിമൽ എമൗണ്ട്, അതായത് ചെറിയ എമൗണ്ട് ആയിട്ട് ഡി വി എന്നുള്ള എമൗണ്ടിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു ആയിട്ട് നമ്മൾ എഴുതുന്നത് സ്മോൾ വർക്കുകളാണ് ഓരോ സ്റ്റെപ്പിൽ അല്ലേ? അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി വി നമ്മൾ എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു ടി ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ? അതായത് ആ പ്രഷറിനെ അല്ലെങ്കിൽ വോളിയത്തിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്, ചെറിയ ഡിക്രീസ്. ആ വോളിയത്തിലുള്ള ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്തു? വി ഐ ഇൻറ്റു വി എഫ് എന്നുള്ള രീതിയിൽ
ലിമിറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ കൂടിയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസിൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് 2 കേസുകൾ നമ്മളിവിടെ തന്നെ റിവേഴ്സിബിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു കംപ്രഷൻ പ്രോസസ്സും എക്സ്പാൻഷൻ പ്രോസസ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇൻ എ കംപ്രഷൻ പ്രോസസ് ദ എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ നമ്മൾ പ്രഷർ എക്സ്റ്റേണലിൻ്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ പ്രഷറിൻ്റെ കൂടെ കുറച്ചും കൂടെ പ്രഷർ കൂടുതലാണ്. അതായത് എക്സ്റ്റേണൽ പ്രഷർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇൻറ്റേർണൽ പ്രഷർ. അപ്പോൾ എന്തായാലും ഡി പി എന്നുള്ള ആ ഒരു ചെറിയ ഇൻക്രീസ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എക്സ്പാൻഷൻ്റെ കേസിലോ എക്സ്റ്റേണൽ പ്രഷർ ഓൾവേസ് ലെസ് ദാൻ ദി പ്രഷർ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഇൻറ്റേർണൽ പ്രഷർ ഉണ്ട്, അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും പ്രഷർ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പ്രോസസ്സിൽ. നമുക്കറിയാം ഒരു കംപ്രഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതെപ്പോഴും കൂടുതലായിരിക്കും അല്ലേ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കുറവാകുമ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത്. ഇനി ഈ കംപ്രഷനും എക്സ്പാൻഷനും കൂടെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പി എക്സ്റ്റേണൽ ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി ആർ കോൾഡ് റിവേഴ്സിബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, കംപ്രഷനുണ്ട് എക്സ്പാൻഷനുണ്ട് അല്ലേ. പിന്നെ നമുക്കറിയാം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ മുൻപേ അതിൻ്റെ ഡെഫിനിഷൻ കണ്ടതാണ്. സ്ലോ ആണ് ബൈ എ സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതായത് ഓരോ സിസ്റ്റത്തിലും അതുപോലെ തന്നെ സിസ്റ്റം സറൗണ്ടിങ്ങും ഓരോ സ്റ്റേജിലും എന്താണ് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നമുക്ക് ഈ ഷെയ്ഡഡ് ഏരിയയാണ് വർക്ക് ഡൺ എന്ന് എടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ മുൻപ് പഠിച്ച റിവേഴ്സിബിൾ പ്രോസസ്സിനെ വർക്കിൻ്റെ ടേമിൽ നമ്മളൊന്നും കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. ഇവിടെ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് കൂടാതെ ഐസോകോറിക് ഐസോബാറിക് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് നോക്കാം എന്താണെന്ന്. വർക്ക് ക്യാൻ ബി റിലേറ്റഡ് ടു ഇൻറ്റേർണൽ പ്രഷർ ഓഫ് ദി സിസ്റ്റം അണ്ടർ റിവേഴ്സിബിൾ കണ്ടീഷൻ. ഇൻറ്റേർണൽ പ്രഷറായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. പി എക്സ്റ്റേണൽ ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇൻറ്റേർണൽ പ്രഷറിൻ്റെ ടേമിൽ നമുക്ക് റിവേഴ്സിബിൾ കണ്ടീഷനിൽ എങ്ങനെ വർക്കിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഡി വി, ദെൻ മൈനസ് ഇൻ്റഗ്രൽ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷനിൽ പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി ആണ് ഇൻറ്റു ഡി വി. ഇതിനെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും, പി ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് വി ഐ ഇൻറ്റു വി എഫ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി ദെൻ ഡി പി ഇൻറ്റു ഡി വി. ഇവിടെ ഡി പി ഇൻറ്റു ഡി വി എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടേമിനെ നമ്മളവിടെ നെഗ്ലക്റ്റ് ചെയ്യാണ്. സോ ഡബ്ല്യു റിവേഴ്സിബിൾ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി എന്ന് നമുക്ക് മാത്രം കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പി ഈക്വൽ ടു എന്താണ്, പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. ദെൻ പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി ഫോർ എൻ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം അല്ലേ. ദെൻ ഡബ്ല്യു മൈനസ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് പി ഇൻറ്റേർണലിന് പകരം നമ്മൾ എൻ ആർ ടി ബൈ വി എന്ന് കൊടുത്തു ഇൻറ്റു ഡി വി. ഇനി ഇൻ്റഗ്രൽ ഓഫ് ഡി വി ബൈ വി എന്ന് പറയുന്നത് എന്താ, വി ആണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇനീഷ്യൽ ടു ഫൈനൽ എന്നുള്ള ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ മൈനസ് എൻ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നുള്ളത് നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ ഇതിനാണ്, അതിന് ഇൻ്റഗ്രൽ നമ്മൾ കൊടുക്കുന്നില്ല. ഇതിന് ഡി വി ബൈ വിക്കാണ് ഇൻ്റഗ്രൽ കൊടുത്ത് നമുക്ക് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഫോമിലി വി എഫ് ബൈ വി ഐ എന്ന് കിട്ടി. ഇതിനെ നമ്മൾ കോമൺ ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 2.303 എൻ ഇൻറ്റു ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ എന്ന് എഴുതി അല്ലേ. ഇനി ഇവിടെ വി എഫ് ബൈ ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് P1 V1 ഈക്വൽ ടു P2 V2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഈ വോളിയത്തിൻ്റെ ടേമിലുള്ള എക്സ്പ്രഷന് നമുക്ക് പ്രഷറിൻ്റെ ടേമിൽ എഴുതാം. അതായത് മൈനസ് 2.303 എൻ ഇൻറ്റു ആർ ഇൻറ്റു ടി ലോഗ് പി എഫ് ബൈ പി ഐ. അപ്പോൾ
വോളിയത്തിൻ്റെ ടേമിലും പ്രഷറിൻ്റെ ടേമിലും നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ഇൻ എൻ ഐസോതെർമൽ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമ്മൾ പറയുന്നത്. പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി ആണ്. അതിൽ നമ്മൾ പി ഇൻറ്റേർണലിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഡി പി ഇൻറ്റു ഡി വി വളരെ സ്മോൾ ആയതുകൊണ്ട് ആ ചെറിയ ചേഞ്ചിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ദെൻ ഐഡിയൽ ഗ്യാസിന് പി വി ഈക്വൽ ടു NRT ബൈ വി എന്നുള്ളതാണ് ആ എക്സ്പ്രഷൻ കൊടുത്തു. അതിൽ വോളിയത്തിൻ്റെ ടേമിൽ നമ്മൾ എഴുതി. അതേ എക്സ്പ്രഷൻ തന്നെ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ പ്രഷറിൻ്റെ ടേമിൽ നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു. നേരത്തെ നമ്മൾ കണ്ടു വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. എക്സ്റ്റേണൽ പ്രഷർ അവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രഷറും പിന്നെ കുറേ ചെറിയ ചേഞ്ചസുകൾ ഓരോ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൽ നടക്കുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വർക്കിൻ്റെ ടേമിൽ കൂടെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ദ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻഫിനിറ്റിസിമലി സ്ലോ ആണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഓരോ ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് അവ കംപ്രസ് ചെയ്ത് വരുന്നത് അല്ലേ. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് ഒറ്റ സ്റ്റേജിൽ ഒറ്റ ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞു അല്ലേ. ഇനി റിവേഴ്സിബിളിൽ അറ്റ് എനി സ്റ്റേജ് ദ ഇക്വിലിബ്രിയം ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒരു ഇക്വിലിബ്രിയം തൊട്ട് മുകളിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേജുമായിട്ട് ഇക്വിലിബ്രിയത്തിലോ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെയാണെങ്കിലോ ഇക്വിലിബ്രിയം മേക്സ് only after the completion of the process. ഇനി റിവേഴ്സിബിൾ പ്രോസസ്സ് ഇറ്റ് ടേക്സ് ഇൻഫിനിറ്റ് ടൈം ഫോർ കംപ്ലീഷൻ. സ്ലോ ആണല്ലേ ഓരോ സ്റ്റേജായിട്ട്. പക്ഷേ റിവേഴ്സിബിൾ ആണെങ്കിൽ ഫിനിറ്റ് ടൈം ഫോർ കംപ്ലീഷൻ, കുറച്ച് സമയം വേണ്ടു കംപ്ലീഷൻ ആവാൻ. ഇവിടെയോ വർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് പ്രോസസ്സ് മാക്സിമം വർക്ക് നമുക്ക് കിട്ടിയെന്ന് പറയാം. ഇവിടെ നമുക്ക് മാക്സിമം വർക്ക് കിട്ടിയെന്ന് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. ഇവിടെ നോക്കുക, അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഈ ഗ്രാഫിൽ പ്രഷർ വോളിയം തമ്മിലുള്ള ഗ്രാഫാണ്. പ്രഷർ വോളിയത്തിൻ്റെ വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിവേഴ്സിബിളിൻ്റെ ഗ്രാഫ് ഇത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ചെറിയ സ്റ്റെപ്പുകളായിട്ട് മാറുന്നു. ഓരോ ഏരിയ ആയിട്ട് നമ്മൾ എന്താണ് അവിടെ ഷെയ്ഡഡ് ഏരിയ ആണ് വർക്ക് എന്ന് പറയുന്നത്. സോ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സിബിൾ വർക്ക് എന്ന് പറയുന്നത് W ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും കൂടെ നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ W റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ പി ഇൻറ്റു ഡി വി എന്ന് നമ്മൾ എഴുതി. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്നായിട്ടുള്ള അതായത് ഒരു പ്രഷർ ഇവിടെ സെയിം ആണ്. പെട്ടെന്ന് തന്നെ അതിന് പ്രഷർ ചെറിയ വ്യത്യാസങ്ങളിലല്ല, പെട്ടെന്ന് തന്നെ പ്രഷർ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്താണ് അല്ലേ. കംപ്ലീഷൻ നടന്നു അവിടെ. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നതിൻ്റെ അത് കോൺസ്റ്റൻ്റ്, അതായത് ഇവിടെ ഒരു പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ മാത്രമാണ് നമുക്ക് വർക്ക് നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഫോർ ഇറിവേഴ്സിബിൾ ആകുമ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താ പി ഇൻറ്റു അവിടെ ഇൻറ്റഗ്രൽ ഇല്ല. അത്ര VI ടു VF വരെ ചെറിയ ചേഞ്ചസ് ഒന്നും നമുക്ക് പറയാനില്ല. ഒറ്റ പ്രഷറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്രഷൻ കൂടെ എഴുതാം. ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച് മൈനസ് 2.303 NRT ലോഗ് VF ബൈ VI. ഇവിടെയാണെങ്കിൽ Q ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ നമുക്ക് W ഈക്വൽ ടു മൈനസ് PE എക്സ്റ്റേണൽ VF മൈനസ് VI. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സിബിളിൻ്റെയും ഇറിവേഴ്സിബിളിൻ്റെയും ആ ഒരു കമ്പാരിസൺ നമ്മൾ വർക്കിൻ്റെ ടേം പഠിച്ചതിന് ശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ ആൻഡ് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷനിൽ ഓൾവേസ് സ്മോളർ ദാൻ ആണ് അല്ലേ, സ്മോളർ വർക്കാണ്. പക്ഷേ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസിൽ വർക്ക് കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് തിയറി പാർട്ടും കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.